ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കുവാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതിയിലെ സഹായത്തുക കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കൂട്ടുവാൻ പോകുന്നു. നിലവിൽ 3 ഗഡുക്കളായി പ്രതിവർഷം ആകെ 6000 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് 9000 രൂപയായി ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്നതിനാൽ ഇടക്കാല ബജറ്റായിരിക്കും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. എന്നാൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് വിലയിരുത്തലുകൾ. നേരത്തെ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടെന്നോണം കൊണ്ടുവന്ന 3 ബില്ലുകൾ കേന്ദ്രത്തിന് തന്നെ തിരിച്ചടിയായിരുന്നു. ബില്ലിനെതിരെ കർഷകർ പ്രക്ഷോഭം ആരംഭിച്ചതോടെ ബില്ലുകൾ കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടിയും വന്നു. കർഷകരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കൂടിയാകും PM കിസാൻ യോജനയുടെ ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂട്ടുന്നത്. ഏകദേശം 15 കോടി കർഷകർ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ. നടപ്പു വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരം 8,56,00,000 ചെറുകിട ഇടത്തരം കർഷകരാണ് PM കിസാൻ യോജനയുടെ ആനുകൂല്യം നേടുന്നത്. 2000 രൂപയുടെ 3 ഗഡുക്കളായി ആകെ 6000 രൂപ നിലവിൽ ഓരോ സാമ്പത്തിക വർഷവും ഇവർക്ക് ലഭിക്കുന്നു. ഇതാണ് ഇക്കുറി ബജറ്റിൽ 9000 രൂപ വരെയായി ഉയർത്തുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 23,40,000 കർഷകരുണ്ട്. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകരാണ് സഹായം ലഭിക്കാൻ യോഗ്യർ. പല സംസ്ഥാനങ്ങളിലും അനർഹർ പട്ടികയിൽ ഇടം നേടിയെന്നും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും പണം തട്ടിയെന്നും കേന്ദ്രം കണ്ടെത്തിയിരുന്നു. തുടർന്ന് അനർഹരോട് ഇതിനകം കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ അർഹതയില്ലാതെ ആനുകൂല്യം കൈപ്പറ്റിയത് 30,416 പേരായിരുന്നു. 31 കോടി രൂപയാണ് ഇവർ അനർഹമായി നേടിയത്. മറ്റന്നാളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്.